സുരേഷ് ഗോപിക്ക്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി മനുഷ്യന്മാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് ഒരു അഭിപ്രായമൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. സുരേഷ് ഗോപി ജയിക്കുന്ന പ്രതീക്ഷയല്ല ഞങ്ങൾ നടക്കണം. എനിക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. സുരേഷ് ഗോപിയെ കൊണ്ടുപോകണം, എന്നാലേ ശരിയാവുള്ളൂ. ശക്തമായ ത്രികോണ പോരിന് അരയും തലയും മുറുക്കി മൂന്ന് മുന്നണികളും തൃശ്ശൂരിൽ സജീവമാണ്. ഇക്കുറി തൃശ്ശൂർ ആരെടുക്കും? ആർക്കൊപ്പമാകും ഇക്കുറി തൃശ്ശൂർ നിൽക്കുക? ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക്. ആർക്കാണ് വിജയ സാധ്യത തോന്നുന്നത്? ആർക്കാണ് വിജയ സാധ്യത ഉള്ളത്? സുരേഷ് ഗോപി കൊണ്ടുപോകുമോ? സുരേഷ് ഗോപിയെ കൊണ്ടുപോകണം, എന്നാലേ ശരിയാവുള്ളൂ. ആണോ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് അത് പല ആൾക്കാരും പലതരത്തിലാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപിനെ നമ്മുടെ BJP ആയിട്ടുള്ള ആ പാർട്ടിനെ ഇല്ലാതാക്കാനുള്ള പ്ലാനും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി അത് നമ്മൾ പാർട്ടിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നാടിനെ സംരക്ഷിക്കണമെങ്കിൽ സുരേഷ് ഗോപി തന്നെ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനാണ് ഒരു സാധ്യത വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ ഇലക്ഷനാണ്. ഇവിടെ ഉള്ള BJP വോട്ട് ചെയ്യുന്നൊക്കെ അറിയില്ല, പക്ഷെ ഇപ്പോഴും കൂടുതൽ കോൺഗ്രസിന് വോട്ടല്ലേ നോക്കുള്ളൂ. കഴിഞ്ഞ വട്ടം അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ പൊളിറ്റിക്സ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഇടതോ വലതിൽ കോൺഗ്രസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കണമെന്നാണ് തോന്നുന്നത്. ഇവിടെ BJPക്ക് സാധ്യതയുണ്ടോ? സാധ്യത BJPനെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറവാണെങ്കിലും സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേ ഉണ്ടെന്ന സ്ഥിതിക്ക് ചിലപ്പം അത് ആൾക്കും സാധ്യതയുണ്ട് ജയിക്കാനായിട്ട്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കില്ല എന്നൊരു വാദം കേൾക്കുന്നത്, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് മിക്കവാറും ഹേറ്റേഴ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. എനിക്കതിനെ പറ്റി അറിയില്ല, അത് കണ്ടറിയാം. ഇപ്പോഴത്തെ പിണറായി ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു? മുമ്പ് എങ്ങനെയായിരുന്നു അതിനായിട്ടും എഫക്റ്റീവ്നെസ് കുറഞ്ഞു, അത്ര എനിക്ക് തോന്നുന്നു. ഇനി വരുന്ന ഇലക്ഷന് ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴുള്ള ഭരണം സാധ്യത കുറവായിരിക്കും. അപ്പം തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ തോന്നുന്നത്? എനിക്ക് ഒരു അഭിപ്രായമൊന്നുമില്ല, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. സുരേഷ് ഗോപിക്ക് ഇവിടെ വിജയ സാധ്യത കുറവാന്നൊരു വാദം കേൾക്കുന്നുണ്ട്, അത് തോന്നലാണ്. പറയാനുള്ളത്? അത് നല്ല അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി ജയിക്കുന്ന പ്രതീക്ഷയല്ല ഞങ്ങൾ നടക്കണം. ഞാൻ എന്തായാലും ആർക്ക് വോട്ട് കൊടുക്കുന്നില്ല. എനിക്ക് വോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ തുടങ്ങിയില്ലേ? അപ്പം ഈ തൃശ്ശൂർ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കാണ് വിജയ സാധ്യത? സുരേഷ് ഗോപിക്ക്. എന്തുകൊണ്ടാണ്? സുരേഷ് ഗോപി മനുഷ്യന്മാരെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അത് കൊണ്ട് പറയാം, തീർച്ചയായിട്ടും ജയിക്കും. കാരണം അദ്ദേഹം 2019 അതിനുവേണ്ടി ശ്രമിച്ചതാണ്. അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഇപ്പോഴത്തെ സാഹചര്യം, വളരെ വ്യത്യാസം. അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ളൊരു ഉറപ്പല്ല, കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അത് അങ്ങനൊരു മോഡിയുടെ ഗ്യാരണ്ടി എന്ന് അവർ പറയുന്നു. എന്തായാലും അതൊരു ഉറപ്പായിട്ട് നമുക്ക് കൂട്ടാം, അദ്ദേഹം ജയിക്കും, സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെ. പാർട്ടി ആസ്ഥാനം അത് പാർട്ടിയുടെ ഇതിൽ ഇവിടെ വരുന്നില്ലല്ലോ. പാർട്ടി ആസ്ഥാനം എന്നുള്ള എനിക്ക് മാത്രമല്ല, നമ്മളൊന്ന് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ നമുക്കത് അത് കൃത്യമായിട്ട് അറിയാം. പിന്നെ പെട്ടെന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ മാറ്റം ഏത് മുരളീധരൻ വന്നതും അതും ഇതിൽ കൃത്യമായിട്ട് ബാധിച്ചു എന്നാണ് നിഷ്പക്ഷർ മനസ്സിലാക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല.